അനിമൽ പാരഡൈസിലെ കാഴ്ചകളും അന്വേഷിച്ച് വീണ്ടും പോവുകയാണ്. അത് ഈ പുലിയും സിംഹവും മാത്രമല്ല, മസായിമാരയിലെ ഏറ്റവും റെയർ ആയിട്ടുള്ള ബ്ലാക്ക് റൈനും അടക്കം കുറെ കാഴ്ചകളുള്ള ഒരു എപ്പിസോഡാണിത്. ഇത് ഗ്രൗണ്ട് ഹോൺബിൽ, ഇന്ത്യയിൽ ഇല്ലാത്തൊരു വേഴാമ്പലാണ്. പിന്നെ ഇത് ഡിക് ഡിക് എന്ന ആന്റലോപ്പ്, ഇതും ഇന്ത്യയിലില്ല. അല്ല, ഈ ജിറാഫ് അടക്കം ഇവിടുത്തെ മിക്ക മൃഗങ്ങളും ഇന്ത്യയിൽ ഇല്ലാത്തവരാണ്. അപ്പോൾ വെൽക്കം ടു പിക്കോളിൻസ്. കുറച്ചു നേരം മൃഗങ്ങളുടെ പാരഡൈസ് ആയ മസായിമാരയിലൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാം. നമ്മൾ കെനിയയിലെ നൈറോബി എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡിലൂടെ നേരെ മസായിമാരയിലേക്ക് പോവാണ്. അങ്ങനെ സ്റ്റേയിലെത്തിയൊന്ന് ഫ്രഷായി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ നമ്മൾ സഫാരി തുടങ്ങി. നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. രാവിലെ തന്നെ എന്തൊക്കെ ആനിമൽസിനെ കാണാൻ പറ്റുന്നുള്ള ആകാംക്ഷയിലാണ് നമ്മുടെ സഫാരി തുടങ്ങുന്നത്. അങ്ങനെ അത് രാവിലെ തന്നെ നമ്മൾ കണ്ടത് ഒരു ചീറ്റപ്പുലിയാണ്. ശരിക്കും ലൈറ്റ് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോഴേക്കും എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കി ഇറങ്ങിയതാണ് പുള്ളിക്കാരൻ. സാധാരണ രാവിലെ മിക്കവാറും സിംഹങ്ങളെ അന്വേഷിച്ചിട്ടാണ് നമ്മൾ പോകാറുള്ളത്. അല്ല, ഇപ്രാവശ്യവും രാവിലെ എവിടെയെങ്കിലും സിംഹങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് തന്നെയാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷെ അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങേരെ കണ്ടത്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ജീവിയാണ് ചീറ്റപ്പുലി. ഫാമിലി ആയിട്ടല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഈ ചീറ്റപ്പുലികൾക്ക് സ്വന്തമായിട്ട് ടെറിട്ടറി ഒന്നുമില്ല. അവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലത്ത് ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. ആ ഏരിയയിൽ വേറെ ആരെങ്കിലും ആക്രമിക്കാൻ വരുമോ അങ്ങനെയൊക്കെ ചെയ്താൽ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകും. പിന്നെ ചീറ്റപ്പുലികളുടെ വേറൊരു പ്രത്യേകത, മനുഷ്യരോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അനിമലാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് ചില വീഡിയോസിലൊക്കെ ആൾക്കാരുടെ തൊട്ടടുത്ത് ഈ സഫാരി വട്ടിയുടെ മുകളിലൊക്കെ ഇവർ വന്നിരിക്കുന്നത് കാണാറുള്ളത്. ഈ മസായിമാരയിൽ മാത്രമല്ല, നമ്മുടെ കുനോ നാഷണൽ പാർക്കിലെ ചീറ്റപ്പുലികളും അവിടുത്തെ ഗ്രാമങ്ങളിലേക്കൊക്കെ ഇറങ്ങി മനുഷ്യരുടെയൊക്കെ അടുത്തു കൂടെയൊക്കെ നടന്നു പോകുന്ന വീഡിയോസൊക്കെ കാണാറുണ്ട്. കഴിഞ്ഞ വേനൽക്കാലത്ത് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി വന്ന് വീടിന്റെ മുറ്റത്തൊക്കെ വന്ന് ആൾക്കാർ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തൊക്കെ കുടിക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങേര് നടന്നു വന്ന് മരത്തിന്റെ ചുറ്റും മണം പിടിക്കുന്നുണ്ട്. ചിലപ്പോ ഫീമെയിൽ ചീറ്റയുടെ മണം ഉണ്ടോ എന്നൊക്കെയായിരിക്കും. ചീറ്റപ്പുലികളിൽ ഫീമെയിൽ മാത്രമാണ് ഫാമിലി ആയിട്ട് താമസിക്കുക. പക്ഷെ അതും ഫാമിലി എന്ന് പറയാൻ പറ്റില്ല. കുട്ടികൾക്ക് ഒരു 1.5 വയസ്സാകുന്നവരെ അവരെല്ലാരും കൂടി ഒരുമിച്ച് ജീവിക്കുന്നു മാത്രം. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത കുട്ടികൾ ഉണ്ടാവുന്നവരെ ഫീമെയിലും ഒറ്റയ്ക്കാണ്. പക്ഷെ ഇവർക്ക് ടെറിട്ടറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്മയുടെ നിന്ന് സെപ്പറേറ്റ് ആയി പോയാലും പിന്നെ പരസ്പരം കാണുമ്പോൾ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ചിലപ്പോൾ സെപ്പറേറ്റ് ആയി പോയാലും വീണ്ടും സഹോദരങ്ങൾ ഇടയ്ക്ക് ഒരു 2-3 ദിവസം ഒരുമിച്ച് നടക്കുന്നതൊക്കെ കാണാറുണ്ട്. അങ്ങനെ ചീറ്റയെ നോക്കിയിരുന്നപ്പോഴാണ് വേറൊരു സ്ഥലത്ത് 2 മെയിൽ ലൈൻസ് തമ്മിൽ അതിർത്തി തർക്കം ഉണ്ട് എന്ന് പറഞ്ഞ് കോള് വന്നത്. സോ വേഗം അങ്ങോട്ട് വിട്ടു. അവിടെ എത്തിയപ്പോ ദേ ഒരു സിംഹം വരുന്നു. മസായിമാരയിലെ ഒലോമിന എന്ന മെയിൽ ലൈനാണിത്. വേറൊരു സിംഹം ഈ വഴി വന്നപ്പോൾ അവനുമായിട്ട് ചെറിയ കശപശയുണ്ടായി. പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും മറ്റേ മെയിൽ ലൈൻ സ്ഥലം വിട്ടു. അപ്പോൾ അവനുള്ള വാണിംഗ് ഗർജനാണ് നമ്മളിപ്പോൾ കേട്ടത്. കിലോമീറ്ററുകളോളം ദൂരത്തിൽ കേൾക്കുന്ന ഈ ഗർജനം കേട്ടിട്ട് ഇതിന്റെ പ്രൈഡിലെ ഫീമെയിൽസും കുട്ടികളും ഒക്കെ ഒലോമിനയുടെ അടുത്തേക്ക് ഓടി വരിക. സിംഹങ്ങളുടെ മാത്രം ഒരു പ്രത്യേകതയാണിത്. മെയിലും ഫീമെയിലും കുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നത് ബിഗ് കാറ്റ്സിലും സിംഹങ്ങളും മാത്രമാണ്. സിംഹക്കുട്ടികൾക്കല്ലാതെ പൂച്ചവർഗത്തിൽ പെട്ട വേറെ ആർക്കും അതിന്റെ അച്ഛൻ ആരാ എന്ന് പോലും അറിയില്ല. ഈ സിംഹ
സിംഹഗർജനം എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെയാട്ടോ. നമ്മള് വണ്ടിയുടെ അകത്തിരിക്കുക എന്ന് പറഞ്ഞാലും അറിയാതെ പേടിച്ചു പോകും. ആ പെൺസിംഹം കൂടെ വന്ന് അവരൊരുമിച്ച് ആരാടാ ഞങ്ങൾ എതിരിടാനുള്ളത് എന്നുള്ള വാണിംഗ് ആണ് നമ്മളിപ്പോ കേട്ടത്. ഇതില് ആ പെൺസിംഹത്തിന്റെ കഴുത്തിലൊരു ബെൽറ്റ് ശ്രദ്ധിച്ചായിരുന്നോ? അത് ഓരോ റിസർച്ചിന്റെ ഒക്കെ ഭാഗമായിട്ട് സിംഹങ്ങളുടെ ജീവിത രീതിയും അത് സഞ്ചരിക്കുന്ന വഴികളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസ് ആണ്. കുറച്ചപ്പുറത്ത് വേറൊരു മെയിൽ ലയൺ, പക്ഷെ ഇത് സബ് അഡൽട്ട് ആണ്. ഒലോമിനയുടെ തന്നെ റോങ്കായ് പ്രൈഡിലുള്ള അവരുടെ മകനായിട്ടുള്ള ഒരു സിംഹമാണ്. മിക്കവാറും 4-5 മാസത്തിനുള്ളിൽ ഈ റോങ്കായ് പ്രൈഡിൽ നിന്ന് പുറത്താക്കി പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കണം. ഈ സിംഹങ്ങളെല്ലാം റോങ്കായ് എന്ന ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സിംഹങ്ങളുടെ കുടുംബത്തിൽ പെട്ടവരാണ്. ഇവര് എല്ലാരും കൂടെ എന്തെങ്കിലും കഴിക്കാൻ ഒപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുകയായിരിക്കും. അങ്ങനെ കുറച്ച് നടന്ന് എല്ലാരും കൂടെ ഒരു സ്ഥലത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന കണ്ടോ. ഇവര് നോക്കുന്നത് ആ ദൂരെ ഒരു കാട്ടുപോത്തിന്റെ കൂട്ടം നിൽക്കുന്നുണ്ട്. ഇവർക്ക് പിന്നെ നല്ല കാഴ്ചശക്തി ഉണ്ട് കേട്ടോ. 1 കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന ഇരകളെ വരെ ഈ സിംഹങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ ഇവർ ആ കാട്ടുപോത്തുകളുടെ ഇടയിലേക്ക് നീങ്ങുകയാണ്. സോ നമുക്ക് അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യാം. പോകുന്ന വഴിക്ക് ഒരു കാട്ടുപന്നി നിൽക്കുന്നത് കണ്ടു. സോ ഈ സിംഹങ്ങൾ ഇവനെ സ്കെച്ചിടാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മളും ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തപ്പോ സിംഹം എത്തി. ഒരാളേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പുറകിലാണെന്ന് തോന്നുന്നു. സിംഹത്തിന് ശരിക്കും ഈ വാർത്തോഗിനെ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റില്ല. സിംഹത്തെക്കാൾ സ്പീഡിൽ ഓടാൻ ഈ കെനിയൻ എക്സ്പ്രസ് എന്ന് വിളിപ്പേരുള്ള വാർത്തോഗിന് പറ്റും. അതുകൊണ്ട് ഇങ്ങനെ ഒളിച്ചിരുന്ന് തൊട്ടടുത്തെത്തി പിടിക്കാനേ പറ്റുള്ളൂ. പക്ഷെ കാട്ടുപന്നി നടന്നുപോയി. ഇങ്ങനെ നടന്നു പോകുന്നു നോക്കി അവിടെ ഇരുന്നതല്ലാതെ സിംഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോലുമില്ല. ബാക്കി സിംഹങ്ങളൊക്കെ ദൂരെ നിന്ന് നടന്നു വരുന്നുണ്ട്. ഇത്രയും ലയൺസ് ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. കാട്ടുപോത്തുകളൊക്കെ സിംഹങ്ങൾ വരുന്നത് നോക്കി നിൽക്കുന്നു. പക്ഷെ ഒരാൾ പോലും ഓടുന്നില്ല കേട്ടോ. ആകെ 3-4 പേര് മാത്രമാണ് എണീറ്റ് നിന്ന് നോക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവിടെ കിടക്കുക. ഇതൊരു ഹരിയർ ബേർഡ് ആണ്, മോണ്ടാഗു ഹരിയർ. ചെറിയ പക്ഷികളെയും ജീവികളെയൊക്കെ പിടിച്ചു തിന്നുന്ന ഇരപിടിയൻ പക്ഷിയാണത്. ദേശാടനക്കാരനായതുകൊണ്ട് തന്നെ ഇന്ത്യയിലും എത്താറുണ്ട് ഇവര്. ഇത് മെയിലാണ് കേട്ടോ. ഫീമെയിലിന് സർപ്പന്റീകളൊക്കെ പോലത്തെ ഡാർക്ക് കളറാ. അതുപോലെ പൂവിനേക്കാളും വലുപ്പവും പെടയ്ക്കാണ് ഉണ്ടാവുക. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ ഗൈഡ് പറഞ്ഞു, വെറുതെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ആ സബ് അഡൽട്ട് ആയിട്ടുള്ള സിംഹങ്ങൾക്കൊന്നും കേപ്പ് ബഫലോയെ പിടിക്കാനുള്ള ശക്തിയും ധൈര്യമൊന്നുമില്ല എന്ന്. അവര് വെറുതെ ആഗ്രഹം കൊണ്ട് ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ അത്രേ. എന്തായാലും നമുക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാന്ന് വെച്ച് ഇങ്ങനെ പോകുമ്പോ ഒട്ടകപ്പക്ഷി നടന്നു പോണു. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഗ്രേ കളറിലുള്ളത് ഫീമെയിലും റൈറ്റ് സൈഡിലുള്ളത് മെയിലുമാണ്. പുൽമേടിന്റെ ഇടയിൽ നിന്ന് എന്തൊക്കെയോ കൊത്തിപ്പെറുക്കി നടക്കുകയാണ് രണ്ടാളും. ലോകത്തില് ഏറ്റവും വലുപ്പവും ഉയരമൊക്കെ ഉള്ള ഒരു പക്ഷിയാണല്ലോ ഓസ്ട്രിച്ച് എന്ന ഈ ഒട്ടകപ്പക്ഷി. ഇതുപോലെ ഉയരമുള്ള ജിറാഫ് നിൽക്കുന്നു. പുറകില് വേറെ കുറച്ച് ജിറാഫുകളുണ്ട്. കുറച്ച് ദൂരെ ആയിട്ട് 3 കഴുകന്മാരും ഇരിക്കുന്നത് കാണാം. ഇവിടെ പിന്നെ ഒരുപാട് ഹണ്ടിങ് ഒക്കെ നടക്കുന്നതുകൊണ്ട് കഴുകന്മാർക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല. ഈ ജിറാഫ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി കുറച്ച് മുന്നിലേക്ക് പോയി നിൽക്കാന്ന് വിചാരിച്ച് മാറിയപ്പോ കാടിനകത്തുനിന്ന് ജിറാഫുകൾ ഇഷ്ടം പോലെ ഇറങ്ങി വരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ജിറാഫുകൾ കൂട്ടത്തോടെ നടന്നു വരുന്നത് കാണുന്നത്. ഒരു 15 എണ്ണെങ്കിലും ഉള്ള വലിയ കൂട്ടമായിരുന്നു അത്. നല്ല ഭംഗി ഇത്രയും എണ്ണം ഒരുമിച്ച് നടന്നു വരുന്ന കാണാൻ. അങ്ങനെ ഇവിടുത്തെ പല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോ നമ്മുടെ രാവിലത്തെ സിംഹം വീണ്ടും കലിപ്പിലാണെന്ന് അറിഞ്ഞു. അപ്പൊ നേരെ അങ്ങോട്ട് വിട്ടു. അവിടെ ആള് നടന്നു പോണു. ഈ ഒലോമിനെ നമ്മുടെ മുമ്പത്തെ എപ്പിസോഡിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ബ്ലാക്ക് റോക്ക് കൊയിലേഷൻ എന്ന മസായിമാരയിലെ ഫേമസ് ആയിട്ടുള്ള 5 സിംഹങ്ങളിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഏക ആൺസിംഹമാണിത്. ഒലോഷിപ്പയും ലോർകുലിപ്പും ഒലോബോറും ഒക്കെ പല പ്രാവശ്യമായിട്ട് കൊല്ലപ്പെട്ടു. 5 പേര് ചേർന്ന് ഭരിച്ചുകൊണ്ടിരുന്ന റോങ്കായി എന്ന ആ വലിയ പ്രൈഡിനെ ഇപ്പൊ ഈ ഒലോമിനെ ഒറ്റയ്ക്കാണ് ഭരിക്കുന്നത്. ഈ പുഴയുടെ അപ്പുറത്തുനിന്ന് വേറെ മെയിലേണ്ട സൗണ്ട് കേട്ടപ്പോ നമ്മുടെ ഒലോമിനെ വേഗം പുഴ കടന്ന് അപ്പുറം പോകാനുള്ള പരിപാടിയാണ്. വേറെ മെയിൽ ലാൻഡ് ഇവരുടെ ടെറിട്ടറിയുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇവിടുന്ന് പുറത്താക്കുക എന്നുള്ളതാണല്ലോ ആൺസിംഹങ്ങളുടെയൊക്കെ പ്രധാന ഉത്തരവാദിത്വം.
അങ്ങനെ പുഴ ക്രോസ് ചെയ്ത് ഒലോമിന അപ്പുറത്ത് പോയി ദേ ഒരു ഇംബാല സിംഹം പോയ വഴിയിലേക്ക് നോക്കി നിൽക്കുന്നു. സിംഹം അവരുടെ അതിർത്തി തർക്കമായിട്ട് ബന്ധപ്പെട്ട് തിരക്കിലാണെന്നറിയാം, അതുകൊണ്ട് മാനുകൾക്കൊന്നും പേടിയില്ല. ഈ ഇംബാല മാത്രമല്ല, അപ്പുറത്ത് കോമൺ എലാണ്ട് എന്ന കാളയെ പോലിരിക്കുന്ന ഒരു മാനും ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ആന്റലോപ്പാണ് കേട്ടോ ഈ എലാണ്ട്. പിന്നെ കുറച്ച് സീബ്രയും അവിടെ നിൽക്കുന്നുണ്ട്. പുഴകളുടെയും കുളത്തിന്റെയൊക്കെ അടുത്ത് ഉണ്ടാവാറുള്ള പക്ഷിയാണല്ലോ കിങ് ഫിഷർ. വളരെ ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മീൻകൊത്തിയാണ് ഈ മലങ്കൈറ്റ് കിങ് ഫിഷർ. ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഈ മീൻകൊത്തിയെ കാണാറുള്ളത്. ആ പോയ സിംഹം തിരിച്ചു വരുമോ എന്ന് നോക്കി നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ കാണാഞ്ഞപ്പോ നമ്മൾ പോകാന്ന് വെച്ച് മാനുകളൊക്കെ പോയി. അപ്പോ വരുന്നു ഒലോമിന. പോയ പോലെ അത്ര സ്പീഡില്ല ഇങ്ങോട്ട് തിരിച്ചു വരാൻ. മിക്കവാറും അവിടെ കുറെ നേരം തിരഞ്ഞു നടന്നിട്ട് കാണാഞ്ഞിട്ട് വന്നാണെന്ന് തോന്നുന്നു. അവിടുന്ന് അലർച്ചയുടെ സൗണ്ടൊന്നും കേട്ടില്ല. ഈ സിംഹത്തിന്റെ കാലിനൊരു ഞൊണ്ടലുണ്ട്. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറ്റിയൊരു അപകടമാണ്. പാമ്പ് കടി കൊണ്ട് ആ ഒരു കാല് മൊത്തം തളർന്നു പോയിരുന്നു. ആ സമയത്ത് ഇവന്റെ സഹോദരന്മാരായിട്ടുള്ള ബാക്കി സിംഹങ്ങളാണ് ഇവനെ സംരക്ഷിച്ചിരുന്നത്. പക്ഷെ അവരൊക്കെ ഇപ്പൊ പല സാഹചര്യങ്ങളിൽ കൊല്ലപ്പെട്ടു. ഇപ്പൊ ഈ ഒലോമിന മാത്രമേ ഉള്ളൂ. സിംഹങ്ങൾക്ക് മുതലകളെ പേടിയാണ്. അതാണ് വെള്ളത്തിലേക്ക് നോക്കി മുതലകളെ പേടിപ്പിക്കാൻ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത്. കാരണം വെള്ളത്തിനടിയിലെ ശക്തി മുതലയ്ക്ക് തന്നെയാണല്ലോ. മുതലയൊന്നും അവിടെ ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ആശാൻ പുഴയിൽ നിന്ന് കയറി വന്നു. ചെറിയൊരു ഞൊണ്ടലുണ്ട് എന്ന് ചോദിച്ചാൽ നല്ല ശരീരവും തലയെടുപ്പും ഒക്കെയാണ് കേട്ടോ ഈ സിംഹത്തിന്. സിംഹം കയറി വന്നപ്പോൾ മാനുകളൊക്കെ അതേ പിന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഫീമെയിൽ ഇംബാലകളാണ്, ഒന്നിനും കൊമ്പില്ല. നമുക്കെന്തായാലും സിംഹത്തെ വിട്ട് അടുത്ത സ്ഥലം പിടിക്കാം. പോകുന്ന വഴിക്ക് ഒരു ആനക്കൂട്ടം നിൽക്കുന്നു. ഒരു 5-6 എണ്ണം മാത്രമുള്ള ചെറിയൊരു കൂട്ടമാണിത്. മിക്കവാറും ഇതിൽ ഏറ്റവും സൈസ് ഉള്ളതാവും ഇതിലെ മുത്തശ്ശി. ആന ഫാമിലിയിൽ പെണ്ണാനകൾക്കാണ് നേതൃസ്ഥാനം എന്നറിയാലോ. ഒരു തീരെ ചെറിയ കുട്ടിയുണ്ട് കേട്ടോ കൂടെ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത്രയും ചെറിയ കുട്ടികളെ പുറത്ത് കാണിക്കാതെ ഒളിപ്പിച്ചിട്ടാണ് ആനകൾ കൊണ്ടു നടക്കാറുള്ളൂ. ഈ ആനക്കുട്ടിക്ക് 1-2 മാസം മാത്രമേ പ്രായം ഉണ്ടാവുള്ളൂ. തീരെ ചെറിയ കുട്ടിയാണ്. ഇന്ത്യൻ കാടുകളിൽ ഈ പ്രായത്തിലുള്ള ആനക്കുട്ടികളെ കടുവ പിടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിലും ഇവിടെ സിംഹം ആനക്കുട്ടികളെ പിടിക്കാൻ ശ്രമിക്കാറില്ല. അല്ലെങ്കിലും അവർക്ക് ഇവിടെ ആവശ്യത്തിന് ഫുഡ് കിട്ടും. പിന്നെ ഈ റിസ്ക് എടുത്ത് ആനയെ പിടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും. എന്താ ആനക്കുട്ടിയുടെ ക്യൂട്ട്നെസ് അല്ലേ. ഇത്രയും വലിയ കൊമ്പൊക്കെ കാണുമ്പോൾ ഇത് ആണാനയാ എന്നൊക്കെ തോന്നുമെങ്കിലും പാല് കുടിക്കുന്നുണ്ടല്ലേ. ഇവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ കൊമ്പുണ്ട് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഇവിടെ ഈ മസായിമാരയിലേക്ക് ഒരു ട്രിപ്പ് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല പ്ലാൻ ഗ്രീൻ വൈബ്സിന്റെ പാക്കേജിൽ ഞങ്ങളുടെ കൂടെ വരുന്നതാണ്. ഇനി ഗ്രൂപ്പ് ടൂർ അല്ലാതെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടൊക്കെ വരാനാണെങ്കിൽ ഓസം മസായിയെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ 2 ഓസം മസായി എന്ന് പറയുന്നത് ഓസം മസായി എന്ന് പറയുന്നത് രണ്ടും സെയിം കമ്പനി തന്നെയാണ് കേട്ടോ. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. This is David. I can say welcome to Masai Mara, welcome to Kenya. Feel at home away from home. You want to visit Masai Mara, Kenya? Please book with us. 2 hours of Masai through Picolin 5 and Dot Creek. We'll deliver your dreams. Thank you, Welcome. thank you. അപ്പോൾ നമുക്ക് മസായി മാരയിൽ മീറ്റ് ചെയ്യാം. അതെ, അതുപോലെ ഗെയിം ഡ്രൈവും ആനിമൽസിനെയൊക്കെ കാണണമെങ്കിൽ മാസായിമാരയിൽ ഇങ്ങോട്ട് പോരെ. ഇവിടെ ഏറ്റവും എന്താ പറയണ്ടേ ചീപ്പ് ആൻഡ് ബെസ്റ്റ് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ഓസം വഴിയുള്ള പാക്കേജുകളാണ് കേട്ടോ.
അപ്പോൾ രാവിലത്തെ കുറച്ച് നേരത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വണ്ടി നിർത്തി. ഇപ്രാവശ്യം ഗ്രീൻ വൈബ്സിന്റെ പാക്കേജിൽ എൻ്റെ ഡോട്ട് ഗ്രീൻ്റെ ഒപ്പം 2 വണ്ടികളിലായിട്ട് 8 പേരാണുള്ളത്. നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അടുത്ത ജനുവരിയിലും മാർച്ചിലും ഒക്കെ വരാം. അല്ലെങ്കിൽ മൈഗ്രേഷൻ കാണാനാണെങ്കിൽ അടുത്ത ഓഗസ്റ്റിലും ഒക്കെ പാക്കേജ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇങ്ങനെ ബോക്സിൽ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെ പാക്ഡ് ഫുഡ് അല്ലാതെ ഉപ്പുമാവ് പോലുള്ള ഇന്ത്യൻ ഫുഡ് വേണമെങ്കിൽ അതും റെഡിയാക്കി തരും. ഈ മസായിമാരയിലെത്താൻ നെയ്റോബി എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി ഓൾമോസ്റ്റ് ഒരു 5 മണിക്കൂർ വണ്ടിയിലിരുന്നിട്ടാണ് മസായിമാര എത്തുക. ഇനി ഇത്രയും ലോങ് ടൈം വണ്ടിയിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി 2 എയർ സ്ട്രിപ്പും ഉണ്ട് ഇവിടെ നാഷണൽ പാർക്കിനകത്ത്. ഇതുപോലെയുള്ള ചെറിയ വിമാനങ്ങൾക്ക് മാത്രം പറക്കാൻ പറ്റുന്ന മണ്ണ് കൊണ്ടുള്ള റൺവേ ഒക്കെ ഉള്ള ഒരു എയർ സ്ട്രിപ്പാണിത്. ഇതേ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു. ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെയുള്ള ടൗണി ഈഗിൾ എന്ന പരുന്താണ്. ചെറിയ ജീവികളെയും പക്ഷികളെയൊക്കെ വേട്ടയാടാറുണ്ടെങ്കിലും ഏതെങ്കിലും മൃഗങ്ങളൊക്കെ വേട്ടയാടി ചെറിയ ജീവികളെയൊക്കെ തട്ടിപ്പറിക്കുന്നതും ഇവരുടെ ഒരു സ്ഥിരം സ്വഭാവമാണ്. വലിയ മരങ്ങളുടെയൊക്കെ മുകളിലത്തെ കൊമ്പുകളിലാണ് ഇവർ സാധാരണയായിട്ട് കാണാറുള്ളത്. എന്നാൽ മിക്കവാറും നിലത്ത് മാത്രമുള്ള ഒരു പക്ഷിയാണ് ഈ വേഴാമ്പൽ, സൗത്തേൺ ഗ്രൗണ്ട് ഹോൺബിൽ. പറക്കാൻ കഴിവുള്ള പക്ഷിയാണെങ്കിലും മിക്കവാറും നിലത്ത് കൂടെ നടക്കുകയും എന്നാൽ എന്തെങ്കിലും പുലിയൊക്കെ പിടിക്കാൻ വരുമോ അങ്ങനെ വല്ലതും ചെയ്താൽ മാത്രം ഓടുമെന്നേ ഉള്ളൂ. വളരെ റെയർ ആയിട്ടാണ് ഇവർ പറക്കാറുള്ളൂ. മണ്ണിലെ പാമ്പും തവളയും ഓന്തോക്കിയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ഇത് ബാൻഡഡ് മൊങ്കൂസ് എന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കാണുന്ന ഒരു കീരിയാണ്. ഇതിന്റെ പുറത്തുള്ള ആ ബാൻഡ് പോലെയുള്ള ഡാർക്ക് വരകൾ കാരണമാണ് ബാൻഡഡ് മൊങ്കൂസ് എന്നുള്ള പേര് വന്നത്. മിക്കവാറും ഇങ്ങനെ കൂട്ടങ്ങളായിട്ട് തന്നെയാണ് ഇവർ ജീവിക്കുക. ഇതേ കുറച്ചപ്പുറത്ത് ഗ്രാൻഡ് ഗസൽ നിന്ന് പുല്ല് മേയുന്നു. ടൊമ്മി എന്ന തോംസൺ ഗസലുമായിട്ട് നല്ല സാമ്യം ഉണ്ടെങ്കിലും അവരെക്കാൾ കുറച്ചും കൂടി വലുതാണ് ഈ ഗ്രാൻഡ് ഗസൽസ്. നമ്മൾ കുറച്ച് ഏരിയ കറങ്ങി വീണ്ടും രാവിലെ ആ സിംഹങ്ങൾ കാട്ടുപോത്തിന്റെ കൂട്ടത്തെ സ്കെച്ച് ചെയ്ത സ്ഥലത്തേക്ക് ഒന്നും കൂടി പോയപ്പോൾ അവിടെ കാട്ടുപോത്തും കൂട്ടം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ സിംഹങ്ങളൊന്നുമില്ല. ഒരു വലിയ കാട്ടുപോത്തുകളുടെ കൂട്ടമാണ് കേട്ടോ ഇത്. 2 എണ്ണം ഓടിക്കളിക്കുന്നു. പക്ഷെ അപ്പോഴാണ് ആ പുല്ലിന്റെ ഇടയിൽ നിന്നൊരു തല പൊങ്ങി വന്നത്. അപ്പോൾ സിംഹങ്ങൾ ഇവരെ വിട്ടിട്ടില്ല കേട്ടോ, ഒപ്പം തന്നെയുണ്ട്. 3-4 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഇവര് പുല്ലിന്റെ ഇടയിലൂടെ നടക്കുകയാണ്. ഇവർക്ക് ഒരു കാട്ടുപോത്തിനെയോ അതിന്റെ കുട്ടിയൊക്കെ പിടിച്ചാൽ കൊള്ളാമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ കാട്ടുപോത്തുകൾ ഭയങ്കര സ്ട്രോങ് ആണ്. സിംഹം എങ്ങാനും കുട്ടിയെ പിടിക്കാൻ വന്ന പോത്തുകളെല്ലാം കൂടെ തിരിച്ച് അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് ലയൺസിന് ഇതുപോലെയുള്ള വലിയ കാട്ടുപോത്തുകളുടെ കൂട്ടത്തിന്റെ അടുത്തേക്ക് പോകാൻ പേടിയാണ്. പക്ഷെ മെയിൽ ലയൺസ് ആണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടന്നേനെ. സിംഹങ്ങൾക്ക് ഇവിടെ ഈ കാട്ടിൽ വേറെ ജോലിയൊന്നുമില്ല, നോക്കിയിരിക്കാൻ മൊബൈലും ഇല്ല. അപ്പൊ പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയമുണ്ടേ. സോ ഇങ്ങനെ കാട്ടുപോത്തിനെയൊക്കെ നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കി ഇരിക്കുന്നല്ലാതെ ഒന്നും നടക്കില്ല എന്ന് ഗൈഡ് പറഞ്ഞത് കാരണം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വിട്ടു. പോകുന്ന വഴിക്ക് ഒരു ലെപ്പേർഡ് നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്ത് കൂടെ വരുന്നു. ഒരു പുലിയാണ് ഇത്രയും തൊട്ടടുത്ത് കൂടെ നടന്നു പോണത്. ഈ നടത്തം കണ്ടിട്ട് എന്തോ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പോക്കാണ്. കുറച്ച് ദൂരെയായി ഡിക്ക് ഡിക്ക് എന്ന മാൻ നിൽക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ ആന്റലോപ്പുകളിൽ ഒന്നായ ഈ ഡിക്ക് ഡിക്കിന് 3-4 കിലോ മാത്രമേ വെയിറ്റ് ഉള്ളൂ കേട്ടോ. ചാടിച്ചാടിയാണ് ഇവർ നടക്കുക. ആ കൂർത്തിരിക്കുന്ന പോലത്തെ മൂക്കിന്റെ താഴെയാണ് വായ. പക്ഷെ പെട്ടെന്ന് മൂക്ക് മാത്രമേ കാണുള്ളൂ. ലെപ്പേർഡ് വീണ്ടും പതുങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി കുറച്ച് അപ്പുറത്ത് കൊണ്ടുവന്ന് നിർത്തി. ഈ ലെപ്പേർഡിന്റെ പേര് ബെല്ല എന്നാണ് കേട്ടോ. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വന്നപ്പോൾ ഈ ലെപ്പേർഡിനെ നമ്മൾ കണ്ടായിരുന്നു. മസായിമാരയിലുള്ള ബിഗ് 5 അനിമൽസിൽ കാണാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള 2 അനിമൽസിൽ ഒന്നാണ് ഈ ലെപ്പേർഡ്. ആ കാടിനകത്ത് കൂടെ സെർച്ച് ചെയ്ത് നോക്കി വരുന്നതുണ്ടോ. ലെപ്പേർഡ്സ് പൊതുവെ ഓടിച്ചിട്ട് പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ പതുങ്ങിച്ചെന്ന് പിടിക്കുന്നവരാണ്. കാരണം മിക്ക മാനുകൾക്കും പുള്ളിപ്പുലിയേക്കാൾ സ്പീഡിൽ ഓടാൻ കഴിവുള്ളവരാണ്.
ഇവിടെ വല്ല ഹണ്ടിങ്ങും നടന്ന അതിന്റെ ബാക്കി എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് അന്വേഷിച്ച് ബ്ലാക്ക് ബാക്ക്ഡ് ജാക്കൽ എന്ന കുറുനരി വന്ന് നിൽക്കുന്നു. ഇതിന്റെ പുറത്തുള്ള ആ ബ്ലാക്ക് ഷെയ്ഡ് കാരണമാണ് ഈ പേര് വന്നത്. ഒന്നല്ല, ഇവർ രണ്ടെണ്ണം ഉണ്ട്. ഇര പിടിച്ചു വെച്ചിരിക്കുന്ന സിംഹത്തിന്റെ അടുത്ത് പോലും ചെന്ന് സൂത്രത്തിലൊരു കഷ്ണം കൈക്കലാക്കാൻ വിരുദ്ധന്മാരാണ് ഈ കുറുനരികൾ. അല്ലെങ്കിൽ ആരെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ട് പോകുമ്പോൾ അതിന്റെ ബാക്കി കുറച്ച് കിട്ടിയാലും മതി. ഈ കെനിയയിലെ ബിഗ് 5 അനിമൽസ് എന്ന് പറഞ്ഞാൽ ആദ്യം സിംഹം, അതിനെ നമ്മൾ കണ്ടു. പിന്നെ ആന, അതും നമ്മൾ കണ്ടു. മൂന്നാമത് പുള്ളിപ്പുലിയും പിന്നെ കാട്ടുപോത്തും. അപ്പോൾ 4 പേരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ബിഗ് 5 ആകെയുള്ള മുതല് കാണ്ടാമൃഗമാണ്. മസായിമാരയിലെ ഏറ്റവും റെയർ ആയിട്ടുള്ള അനിമൽ കരിങ്കാണ്ടാമൃഗം. യെസ്, ഇതാണ് ആ മുതല്. മസായിമാര യാത്രയിൽ വേറെ ഏത് അനിമലിനെ കണ്ടാലും ഇത്രയും എക്സൈറ്റഡ് ആവില്ല. ഞാൻ തന്നെ ഇതുവരെ 5-6 പ്രാവശ്യം മസായിമാരയിൽ വന്നിട്ടും ആദ്യമായിട്ടാണ് ഇപ്പൊ ഇരട്ടക്കൊമ്പൻ കരിങ്കാണ്ടാമൃഗത്തെ കാണുന്നത്. വളരെ അഗ്രസീവായ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അനിമലാണത്. ഇവരുടെ ഈ കൊമ്പിന് വേണ്ടി വൻതോതിൽ വേട്ടയാടപ്പെട്ടതുകൊണ്ടാണ് ഈ കാണ്ടാമൃഗങ്ങൾ റയറായി മാറിയത്. അതായത് 1970 65,000-ഓളം കാണ്ടാമൃഗങ്ങൾ ഉണ്ടായിരുന്നത് പിന്നെ 1995 വെറും 2400 എണ്ണമായി മാറി. അതായത് 96% കാണ്ടാമൃഗങ്ങളും കൊല്ലപ്പെട്ടു. പിന്നെ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ഒക്കെ എടുത്ത് ഇപ്പോൾ ലോകത്തിൽ മൊത്തം 6700-ഓളം ബ്ലാക്ക് റൈനോസ് ഉണ്ട് എന്നാണ് കണക്ക്. അതിൽ 40-ഓളം കാണ്ടാമൃഗങ്ങൾ മാത്രമാണ് ഈ മസായിമാരയിലുള്ളൂ. അതായത് 1500 സ്ക്വയർ കിലോമീറ്ററുള്ള മസായിമാരയിൽ വെറും 40-ഓളം റൈനോസ്. അതിലൊന്നാണ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അടുത്തുനിന്നല്ല കേട്ടോ, നല്ല ഡിസ്റ്റൻസിൽ വണ്ടി നിർത്തിയിട്ടാണ്. സിംഹത്തെയും പുലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഗൈഡ് ഒന്നും നോക്കാതെ അടുത്ത് കൊണ്ട് വണ്ടി നിർത്തി തരുമെങ്കിലും കാണ്ടാമൃഗത്തെ കണ്ട ഇവിടെ ആരും അടുത്തേക്ക് പോവില്ല. വണ്ടിയൊക്കെ ചാർജ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു സേഫ് ഡിസ്റ്റൻസിൽ മാത്രമേ വണ്ടി നിൽക്കുള്ളൂ. അങ്ങനെ മസായിമാരയിലെ കാണ്ടാമൃഗം എന്ന സ്വപ്നം കൂടി പൂർത്തിയായി. ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ നമ്മുടെ യാത്ര. ബിഗ് 5 അനിമൽസിനെ എല്ലാം കണ്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയൊരു ട്രിപ്പ്. ഒരു കൂട്ടം ആനകൾ ഓടുന്നു നോക്ക്. എന്തോ അറ്റാക്കോ എന്തോ ഉണ്ടായ പോലെ ഒരു കൂട്ടം ആനകൾ ഉറക്ക ചിഹ്നം വിളിച്ചു ഓടുന്നു. പക്ഷെ ഇത് ടൂറിസം സോണിന്റെ അപ്പുറത്തായതുകൊണ്ട് അങ്ങോട്ട് പോകാനും പറ്റില്ല. ആദ്യം വിചാരിച്ചത് സിംഹം ആനക്കുട്ടിയെ പിടിക്കാൻ നോക്കിയതായിരിക്കും എന്നാണ്. പക്ഷെ ഇത്രയും ആനകളുള്ള കൂട്ടത്തിൽ നിന്ന് സിംഹം ആനക്കുട്ടിയെ പിടിക്കില്ല എന്നാണ് ഗൈഡ് പറഞ്ഞത്. പിന്നെ ആകെ ഒരു ചാൻസ് തേനീച്ചക്കൂടോ കടന്നൽക്കൂടോ ഒക്കെ ഇളകിയതായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തായാലും ആനക്കൂട്ടം ശരിക്കും ഒന്ന് പേടിച്ചിട്ടുണ്ട്. ബൈനോക്കുലറൊക്കെ വെച്ച് നോക്കിയെങ്കിലും തേനീച്ചകളെ ഒന്നും കാണാൻ പറ്റിയില്ല. ചിലപ്പോൾ പാമ്പിനെ കണ്ടാലും ആനകളൊക്കെ ഇങ്ങനെ ഓടിപ്പോവാറുണ്ട് അത്ര. എന്നാലും ഇത്രയും പേടിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈവനിങ് ആയി, നമ്മുടെ സഫാരി ടൈം കഴിഞ്ഞു. ഒരു കൂട്ടം ആനകളുടെ ബാക്കിൽ സൂര്യൻ അസ്തമിക്കാൻ പോണു. നമ്മുടെ ഈ എപ്പിസോഡും അസ്തമിക്കാറായി. ഈ മസായിമാര സ്റ്റോറി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.